പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ, ഇങ്ങനത്തെ കോൺഫിഡൻസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് അത്ഭുതം തോന്നുന്ന കോൺഫിഡൻസ് ആണ്. കാരണം ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്തിൽ നിന്നും പറയുന്നു ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ, ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കണം, അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് പറയുകയാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന്. ഇത് എങ്ങനെ, എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അത്ര ധൈര്യത്തോടെയല്ലേ ഇവർ പറഞ്ഞു കളയുന്നത്. വേണ്ട, ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്, അപ്പോൾ ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് ഇവൻ അപ്പം തന്നെ ചോദിച്ചു രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വന്ന് മത്സരിക്കുന്നത്, പറയൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രായപൂർത്തിയായ ഒരാൾക്ക്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ഏത് നിയോജക മണ്ഡലത്തിലും ഏത് പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിക്കാനുള്ള അധികാരമുണ്ട്. അത് നമ്മുടെ ഭരണഘടനാ അവകാശമാണ്. അതിനെ എങ്ങനെ ചോദ്യം ചെയ്യും? അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സുദീർഘമായി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ ശേഷം ഒരുപാട് സംസാരിക്കുന്നില്ല. പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ശക്തികളെയെല്ലാം പലപ്പോഴും മറ്റുള്ളവർ ഒരു കുറവായി മുന്നിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു 7 വർഷം ഏതെങ്കിലും ഒരു വലിയ നേതാവ് ഇവിടെ കേരളം ഭരിക്കുന്ന സർക്കാർ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കാൻ പറ്റില്ല. കേന്ദ്രത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്, ആർക്കും തിരുത്താൻ പറ്റില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സാറൊക്കെ ഭരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയൊക്കെ വല്ല ആരോപണങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ എത്രയധികം കോൺഗ്രസ് നേതാക്കളാണ് അതിനെ ചോദ്യം ചെയ്യുന്നത്, അത് തെളിയിക്കണമെന്ന് പറയുന്നത്, മൈക്ക് വെച്ച് പ്രസംഗിക്കുന്നത്. അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ അവസ്ഥ ഇവർ പറയുന്നത് ഉള്ളിൽ ഐക്യമില്ല എന്നുള്ളതാണ്. അത് ജനാധിപത്യത്തിൻ്റെ ലക്ഷണമാണ്. ചോദിക്കുക എന്ന് പറയുന്നത്, ചോദിക്കാതിരിക്കുക എന്ന് പറയുന്നതല്ല ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യം.